ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കന്നിസ്വാമികൾ മല കയറുമ്പോഴത്തേക്കും കഞ്ഞി വേത്ത് നടത്തിയിട്ട് പോകണമെന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. ഇന്ന് ആ പരിപാടിക്കാണ് പോകുന്നത്. ഒരു 9 മണിക്ക് ആയൂരെത്താന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരത്തെ എത്തി. പിന്നെ ബാക്കിയുള്ളവർ വരുന്നത് വരെ ഞാൻ അവിടെ നിന്ന്. ആ പൊരി വെയിലത്ത് ഞാൻ ഒരു മണിക്കൂറോളം നിന്നു. പിന്നെ പതുക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു പോവാൻ. ഞാനിതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്കും കന്നിസ്വാമിയുടെ ചേച്ചി, അതായത് ഞങ്ങളുടെ ഫ്രണ്ട് ലച്ചു, ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ജംഗ്ഷനിൽ വന്നു. ഇവിടെ വന്നു കയറിയപ്പോൾ തൊട്ട് ഇവക്ക് ഇതായിരുന്നു പണി, ആ പൂച്ചക്കുട്ടീനെ ചിത്രവധം ചെയ്തോളൂ. ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ കഞ്ഞി വയ്ക്കാനുള്ള പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. 2 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വരണം, ജോലികളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ കുറച്ച് ഒന്ന് ലേറ്റായിപ്പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇതേ സമയം അപ്പുറത്തൊരു മുതുക്കണ്ടാവിൽ കഞ്ഞി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു സൈഡിൽ കന്നിസ്വാമിയുടെ ചേച്ചി സൂക്ഷ്മമായിട്ട് എണ്ണ കുപ്പിയിലേക്ക് പകർത്തുമ്പോൾ അപ്പുറത്ത് കന്നിസ്വാമി നിന്ന് സൂക്ഷ്മമായി തേങ്ങ പൊതിക്കുന്നു. ഇവൾക്ക് പിന്നെ ഇത് തന്നെയായിരുന്നു പണി. ആ പട്ടീരേന്ന് കടി കിട്ടാത്തത് എന്തോ ഭാഗ്യം. ചക്കവെട്ടൽ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരൊറ്റ പാത്രത്തിൽ പുട്ട് കഴിച്ച്. വീഡിയോ ഓണാക്കുമ്പോൾ എന്തൊരു വിനയമില്ല എണ്ണത്തിന്. പിന്നെ കുറേ നേരം എന്തൊക്കെയോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് അവിടെ നിന്ന്. പിന്നെ കഞ്ഞി കഴിക്കാൻ ടൈമായി. കന്നിസ്വാമി 5 പേർക്ക് സ്വന്തം കൈ കൊണ്ട് കഞ്ഞി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് വാഴയുടെ തണ്ട് കൊണ്ട് സർക്കിൾ ഷേപ്പിലൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഇല വെച്ചിട്ട് അതിൻ്റെ മേളിൽ ആണ് കഞ്ഞി കൊടുക്കുന്നത്. ഇതൊരു ചടങ്ങിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ പാത്രത്തിലോട്ട് ആ കഞ്ഞി ആക്കിയിട്ട് അതിൽ നിന്ന് കുടിക്കും. നല്ല ചൂടുള്ള കഞ്ഞിയായിരുന്നു. അത് തെറിച്ച് പെറുത്തങ്ങനെ വീഴുമെന്ന് പേടിച്ചിട്ട് ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ്. പിന്നെ കറിയും കൂടെ വന്നപ്പോൾ ഉഷാറായി. എല്ലാം കൂടെ ഇളക്കി വാരി അങ്ങ് കുടിച്ചു. അതൊക്കെ കുടിച്ച് വയറൊക്കെ ഡുമ്മായിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും അവിടെ കമ്പിളി നാരങ്ങ കിടക്കണം. നല്ല ചുമന്നിരിക്കുന്ന കമ്പിളി നാരങ്ങ. അതും കഴിച്ച് ഉപ്പുമുളകും കൂട്ടി. അത് കഴിഞ്ഞ് ഈ സുന്ദരിനെ ചുമ്മാ എടുത്ത് മടിയിൽ വെച്ചപ്പോഴത്തേക്ക് അവിടെ എൻ്റെ ഹെഡ്സെറ്റിൽ കടിച്ച് കളിക്കുന്നു. എന്തോ വയ്യായ്മയുള്ള പൂച്ചക്കുട്ടിയാണ്, അതിനൊരു ഉശിരില്ല. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ കഴിച്ച് വയറൊക്കെ ഡുമ്മ എല്ലാവരും കിടപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. അവിടെയൊക്കെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു കയറിപ്പോയി ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി. വരുന്ന വഴി നല്ല വയലായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റ്. പിന്നെ നേരെ ബസ് കയറി. എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. നോക്കിയപ്പോൾ ഒരുത്തി അടുത്തേക്കുന്ന ഏതോ പെങ്കൊച്ചിനെ ചെറയുന്നു. പിന്നെ നോക്കിയപ്പോൾ 2 സൈഡിലോട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആയൂരെത്തി. 2 പേര് ടാറ്റ പറഞ്ഞു പോയി. ഞങ്ങൾ ആ പൊരുവേലത്ത് അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ്. ട്രാഫിക് ആണെങ്കിൽ അതിൻ്റെ അപ്പുറം. സ്റ്റാൻഡിൽ വണ്ടി കയറാത്തതുകൊണ്ട് ബസ് അങ്ങ് പോയി U-ടേൺ എടുത്തിട്ടൊക്കെയാണ് വരുന്നത്. കുറേ സമയം പിടിക്കും. പിന്നെ കുറേ സമയം കഴിഞ്ഞ് വണ്ടി വന്ന് കയറി നോക്കിയപ്പോഴത്തേക്ക് ഞാനിരിക്കുന്ന സൈഡിൽ മാത്രം ചവിട്ടാൻ കമ്പിയില്ല. അങ്ങനെ അവരും പോയി, ഞാനും വീട്ടിൽ പോയി. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.